28,000 രൂപയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. കേൾക്കപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കട്ട കലിപ്പായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. വേറെ നിവൃത്തിയില്ല, ഇവർ അയച്ചു തന്നു. 28,000 എന്ന് കേട്ടപ്പോൾ ഞാൻ ചാടി വീണോ, ഞാൻ റിവ്യൂ ചെയ്യാന്നൊക്കെ പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഐവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഐവയുടെ MX-X330 മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ ബാസ് ഉള്ള സാധനം. മാർഷലിൻ്റെ സ്പീക്കേഴ്സിനെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവരിത് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. 60 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് 6 മുതൽ 10 മണിക്കൂർ വരെ എടുക്കും. ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈമും 6 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ കിട്ടും. 6 മുതൽ 10 മണിക്കൂർ വരെ എന്തോന്നടേ നീ പറയണേന്ന് നിങ്ങൾ ചോദിക്കും. ഇതിൻ്റെ വോളിയം ലെവലും ഇതിൻ്റെ ബേസ് ലെവലും നമ്മൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പും വേരി ചെയ്തിരിക്കും. ആദ്യം നമുക്കൊന്ന് ഫിസിക്കലി പരിചയപ്പെടാം. അതായത് ഭയങ്കര യുണീക്കായിട്ടുള്ള മിനിമലായിട്ടുള്ള ഡിസൈനാണ്. ഡിസൈനിൻ്റെ കാര്യത്തിലും ബിൽഡിൻ്റെ കാര്യത്തിലും ഐവ പൊളിയാണ്. പൊളി. അതായത് 2 നോബ് നമുക്ക് കൊടുത്തിട്ടുണ്ട് മേളിലായിട്ട്. ഒരു വോളിയം നോബും ഒരു ബേസ് നോബും. ഇതിനകത്ത് നിങ്ങൾക്ക് ബേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ബേസ് കൂട്ടാം, വോളിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ വോളിയം കൂട്ടാം. ബേസ് കുറച്ച് വെച്ചാണ് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കേൾക്കാം. പവർ ബട്ടൺ ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് റീവൈൻഡ് ബട്ടൺ ഉണ്ട്, ഫോർവേഡ് ബട്ടൺ ഉണ്ട്, പ്ലേ ആൻഡ് പോസ് ഉണ്ട്, മോഡ് ബട്ടൺ ഉണ്ട്. മോഡ് ബട്ടൺ എന്ന് പറയുമ്പോൾ എന്തിന് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതായത് ഇതിൻ്റെ പുറകിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു USB-C കൊടുത്തിട്ടുണ്ട്, അത് ചാർജിന് വേണ്ടിയിട്ടാണ്. ഒരു ഓക്സ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നീട് നമുക്കൊരു TF കാർഡ് ഇടാനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു USB-A ടൈപ്പ്, അതായത് USB കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പാട്ട് കേൾക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് ഈ ലെതർ സ്ട്രാപ്പും ഈ ടോട്ടൽ ബിൽഡ് ക്വാളിറ്റി നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ടോട്ടൽ ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഈ സ്പീക്കറിനെ ഓൺ ആക്കി കഴിഞ്ഞാൽ 28,000 രൂപ നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല. ഒരു ചാത്തം പെണ്ണുണ്ട്. എല്ലാ 5 രൂപയുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അകത്തും ഇവളാണ് വന്നിരുന്നത് വെൽക്കം പറയണത്. കേൾപ്പിച്ചുതരാം. Welcome to AIWA. Bluetooth mode. Bluetooth connected. അപ്പം 28,000 രൂപയുടേതൊന്നും അതിൻ്റെ സൗണ്ടിൽ കിട്ടൂല. പക്ഷേ ഇതിൻ്റെ ബൈ എന്ത് ക്യൂട്ടാണെന്ന് അറിയാമോ? Bye. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയാം. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ നിങ്ങൾക്ക്. Welcome to AIWA. Bluetooth mode. Bluetooth connected. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പെർസെൻറ്റേജും അതുപോലെ തന്നെ വോളിയം എത്ര ഉണ്ടെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം. 15% ആണ് ഇപ്പോഴത്തെ വോളിയം ലെവൽ എന്ന് പറയുന്നത്. ബേസ് കംപ്ലീറ്റ്ലി ഞാൻ കൂട്ടി വെച്ചിരിക്കാം. ഞാൻ മാക്സിമം വോളിയം ആക്കി തരാം. ഇതാണ് വേറൊരു കുരിപ്പ്. 30 വരെയാണ് ഇതിന്റെ വോളിയം ലെവൽ മാക്സിമം. 30 ആവുമ്പം ഈ സ്ത്രീ വന്നിരുന്നു മാക്സിമം വോളിയം എന്ന് പറയും. അത് കേൾക്കാൻ പറ്റുമാതിരി പാട്ട് നിന്നിട്ട്. അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഓഡിയോ ക്വാളിറ്റിയാണ്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ. കിഡിലം ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ നല്ല കാര്യം എന്ന് വെച്ചാൽ ബേസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറയ്ക്കാനും പറ്റും കൂട്ടാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. 28,000 രൂപയാണ് ഇതിൻ്റെ വില എന്നുണ്ടെങ്കിൽ 40,000 രൂപയുടെ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഐവ മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ഇതൊരു ജാപ്പനീസ് കമ്പനിയാണ് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യല്ലോ. ലൈക്ക് നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്തായാലും നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സമയത്തായാലും കംപ്ലീറ്റ് ആയിട്ടും ഇത് നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായിട്ട് നിർത്താതെ നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 10% ഒക്കെ വോളിയം വെച്ചാൽ മതി. അത് തന്നെ മോർ ദാൻ എനഫ് ആണ്. നിങ്ങൾക്ക് ഇനി ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വോളിയത്തിൽ വെക്കാം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ യാത്ര പോകുന്നവരാണെന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നെ പോലെ ഓരോ സ്ഥലത്ത് പോയി വായി നോക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അടിപൊളി പരിപാടിയാണ്. നിങ്ങൾ ഫ്രണ്ട്സ് സെറ്റപ്പിൽ വെള്ളവെടി പാർട്ടി വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണമല്ലോ. കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.